വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വിശാലമായി ചർച്ച ചെയ്യേണ്ട വിവിധ ആസ്പെക്റ്റുള്ള പുതിയ കാലത്ത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട വിഷയം ഫാമിലി ലൈഫ്, അതല്ലെങ്കിൽ സംതൃപ്ത കുടുംബം എന്നതാണ് വിഷയം. അപ്പം അതിൻ്റെ ഏതാനും പ്രധാനപ്പെട്ട ചില മർമ്മം പങ്കുവെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാവുന്നതാണ്. കുടുംബം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഭൂമിയിലെ അഡ്രസ്സാണ്, മേൽവിലാസമാണ്. കുടുംബമാണ് എല്ലാ സംസ്കാരത്തിൻ്റെയും സദാചാരത്തിൻ്റെയും സന്മാർഗത്തിൻ്റെയും കേന്ദ്രവും കേദാരവും എന്ന് പറയുന്നത്. എന്നാൽ പുതിയ കാലത്ത് വലിയ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ബിസിനസ് സംരംഭങ്ങളല്ല. ബിസിനസ്സിലൊക്കെ ഉപരിയായി കച്ചവട രംഗത്തേക്കാൾ കൂടുതൽ മാന്ദ്യവും തകർച്ചയും ഇന്ന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുടുംബങ്ങളിലാണ്. നമ്മുടെ മക്കൾ പലപ്പോഴും പരീക്ഷകളിലല്ല പരാജയപ്പെടുന്നത്, ജീവിതത്തിലാണ് പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മൾ പരാജയപ്പെടുന്നത് പല മേഖലയിലാണ് എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല. പത്രമാധ്യമങ്ങളും മീഡിയകളും സോഷ്യൽ സാമൂഹ്യ നെറ്റ്വർക്കുകളും ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഡെയിലി ഇന്നത്തെ പത്രത്തിലുമുണ്ട് മകൻ പിതാവിനെ അടിച്ച് കൊന്നുകളഞ്ഞു. അപ്പൊ ഡെയിലി ഏത് കോളം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും കുടുംബ തകർച്ചയുടെ, കുടുംബരംഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളുടെ നിരവധി റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായി കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് എന്നും, കുടുംബജീവിതത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആകുന്ന ദാമ്പത്യം എന്ന് പറയുന്നത് അഴിച്ചു മാറ്റാനാവാത്ത കെട്ട് എന്നതാകുന്നു എന്നും, ദാമ്പത്യത്തിലേക്ക് നയിക്കുന്ന വിവാഹം അത് വിശുദ്ധമായ വഹനമാണ് എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് കുടുംബജീവിതത്തിന്റെ സ്റ്റെപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കാര്യബോധമുള്ള ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പ്രസക്തമായി തീരുന്നത്. മറ്റുള്ള ആളുകൾ, നോൺ മുസ്ലിം, ഔട്ട് ഓഫ് ഇസ്ലാമിക് സർക്കിൾ, ഇസ്ലാമിന് പുറത്തുള്ള ആളുകൾ കുടുംബത്തിലും സമൂഹത്തിലും ചെയ്യാൻ മടിക്കുന്ന പലതും ഖൈറു ഉമ്മയായി, ഉത്തമ സമൂഹം എന്ന് വിശുദ്ധ ഖുർആൻ റമദാനിൽ അവതരിക്കപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനിന്റെ സവിശേഷമായി വിശേഷണം ലഭിച്ചിട്ടുള്ള ഖൈറു ഉമ്മത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിന് പുറത്തുള്ള ആളുകൾ പോലും ആഗ്രഹിക്കാത്ത അരുതായ്മകൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ ആശങ്കാജനകമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അബ്ദുറഹീം എന്ന് പറയുന്ന പിതാവ് 7 വർഷത്തെ പ്രവാസ ജീവിതത്തിനിടയ്ക്ക് 7 വർഷത്തിന് ശേഷം നാട്ടിൽ വരിക. എയർപോർട്ടിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ്. 7 വർഷത്തിന് ശേഷം തൻ്റെ ഭാര്യയെ കാണുന്ന ഒരു സീനുണ്ട് പത്രത്തിൽ, അതിൻ്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് വായിച്ചത് മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട്. അപ്പൊ ഭാര്യ പറയാൻ, ഞാൻ കട്ടിൽ നിന്ന് വീണിട്ടാണ് ഇങ്ങനെ പരിക്ക് പറ്റിയത് എന്ന്. അപ്പൊ ആ ഉമ്മക്കറിയുകയില്ല തന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല ബാക്കിയുള്ള ഉടക്കുറപ്പുകളെ കൊന്നു കളഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പൊ ആ സമയത്ത് 7 വർഷത്തിന് ശേഷം നാട്ടിൽ വരുന്ന ഒരു പിതാവ്, ഒരു ഭർത്താവ് തന്റെ സഹധർമ്മിയെ കാണുന്ന ആ സീൻ. അഫ്ഫാൻ എന്ന് പറയുന്ന ആ കുട്ടി 23 വയസ്സാണ് പ്രായം. ഇസ്ലാമിക ചരിത്രത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, പിന്നെ ഒരു അഫ്ഫാൻ എന്നുള്ള പദം ചർച്ചയാകുന്നതും പേര് കാണാൻ കഴിയുന്നതും തിരുവനന്തപുരം വെഞ്ഞാറമൂടി എന്ന് പറയുന്ന പ്രദേശത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ആലോചിച്ച് നോക്കണം, ഒരു കൊട്ടേഷൻ സംഘം അസാസിനേഷൻ ടാർഗറ്റ് എടുക്കാൻ വേണ്ടി മോർ ദാൻ 6 or 5 months അല്ലെങ്കിൽ 5 or 6 മാസം എടുക്കുമെങ്കിൽ ഒരൊറ്റ ദിനം കൊണ്ട് കൂടപ്പിറപ്പുകളെ അടക്കം 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത കൊലപാതകം രാത്രിയാകുമ്പോഴേക്ക് തീർത്ത് കളയാണ്. എന്താണ് മനുഷ്യനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പേരുകൾ മാറും, സ്ഥലം മാറിക്കൊണ്ടിരിക്കും. ഇനിയും അത്തരത്തിലുള്ള സെൻസിറ്റീവ് റിപ്പോർട്ടുകളും അക്രമങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഷഹബാസ് എന്ന് പറയുന്ന കുട്ടി സ്കൂൾ വിട്ട് വന്നിട്ട്, ഉമ്മ എന്റെ തല വലുതായിക്കൊണ്ടിരിക്കുന്നു, എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് അറിയുന്നില്ല എന്ന് ആ കുട്ടി മരവിച്ച മയ്യത്തായി മാറിയ റിപ്പോർട്ട് നമ്മൾ വായിക്കുകയുണ്ടായി. അപ്പൊ ഇങ്ങനെ ഖൈറു ഉമ്മയായി തീരേണ്ട ഇസ്ലാമിക സമുദായത്തിൽ, ഇസ്ലാമിക സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണിത്. ആഷിക്ക് 10ഉം 17ഉം കുത്തും വെട്ടും ഒക്കെ നടത്തിയിട്ടാണ് ഉമ്മയെ കൊന്നു കളഞ്ഞു എന്ന് മാത്രമല്ല,
ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് ഞാൻ ഉമ്മാക്കത് കൊടുത്തത് എന്നാണ്. പിന്നെ ഒരു ആഷിഖിന് ഞാൻ ഇന്നലെ റിപ്പോർട്ടിൽ വായിച്ചു. ആ ആഷിഖ് കൊണ്ടോട്ടിക്കടുത്താണ്. അവന്റെ വീട്ടിൽ നിന്ന് MDMA സിന്തറ്റിക് രാസലഹരികൾ 50 ലക്ഷം രൂപയുടേത് കൊച്ചിയിലേക്കൊക്കെ അവന് എത്തിച്ചു കൊടുക്കുന്നു എന്നാ പറയും. 50 ലക്ഷം രൂപയുടെ. ഞാൻ ഈ ക്രിമിനലിസം ഇങ്ങനെയുള്ള കേസുകൾ നെഗറ്റീവുകൾ പ്രചരിപ്പിക്കുകയല്ല, പ്രസരിപ്പിക്കുകയല്ല. പക്ഷേ നമ്മൾ ഇത് അറിയണം. കാരണം എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിൽ നിന്നാണ് നമ്മുടെ കുടുംബജീവിതത്തിന്റെ പ്രാധാന്യവും കുടുംബജീവിതത്തിൽ പുതിയ കാലത്ത് ശ്രദ്ധിക്കേണ്ട കരുതലുകളും കാഴ്ചപ്പാടുകളും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. കാഴ്ചകളാണ് മനുഷ്യനെ കാഴ്ചപ്പാടുകളിലേക്ക് നയിക്കുക എന്ന് പറയും. നല്ല ശ്രദ്ധ വേണം, നല്ല ജാഗ്രത വേണം പുതിയ കാലത്ത്. കാരണം നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുകയാണ്. ഒരായുഷ്കാലം മുഴുവൻ മകൾക്ക് വേണ്ടിയൊക്കെ ജീവിച്ച് അവസാനം അതേ മക്കളെ കൊണ്ട് പൊറുതിമുട്ടുന്ന ഗതികേടിലെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതെ കുട്ടികളുടെ പാരന്റിങ് എന്ന് പറയുന്നത് അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, വിദ്യാഭ്യാസം നൽകുക എന്നത് മാത്രമാണ് എന്ന് പുതിയ കാലത്ത് മുസ്ലിം രക്ഷിതാക്കളടക്കം വിചാരിച്ച് വെച്ചിരിക്കുകയാണ്. തഅലീം എന്നാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനൊക്കെ ഗൾഫിൽ പറയാ. അഥവാ വിദ്യാഭ്യാസം തഅലീം മാത്രമല്ല, തർബിയത്ത് കൂടി കൊടുക്കേണ്ടതുണ്ട് എന്നാണ്. ശരീര വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം മാത്രം കൊടുത്താൽ പാരന്റിങ് പൂർത്തിയാവുകയില്ല. സന്തുഷ്ട സമാധാന സംതൃപ്ത കുടുംബത്തിലേക്ക് എത്തിച്ചേരുകയില്ല. കുട്ടികളുടെയും നമ്മുടെയും വളർച്ചക്കനുസരിച്ചുകൊണ്ട് ആത്മാവിന് വേണ്ട പോഷണം കിട്ടിക്കൊണ്ടിരിക്കണം. ആത്മാവിനുള്ള ഭക്ഷണം. നമ്മൾ പറയാറുണ്ട്, കഴിഞ്ഞ 11 മാസവും നമ്മൾ ഫുഡ് ഫോക്കസ്ഡ് ശരീര കേന്ദ്രീകൃതമായിരുന്നു. കഴിഞ്ഞ 11 മാസം റമദാൻ വരുന്നതിന് മുമ്പ് ഷഅബാൻ വരെ, കഴിഞ്ഞ ശവ്വാൽ മുതൽ ഷഅബാൻ വരെ ശരീര കേന്ദ്രീകൃതമായ ഭക്ഷണ സിസ്റ്റമായിരുന്നു നമ്മുടെ വീട്ടിലെങ്കിൽ ഈ ഒരു മാസം നമ്മളും മക്കളും ഇണകളും എല്ലാവരും ഇസ്ലാമിക ഉമ്മത്ത് ഒന്നടങ്കം ഇസ്ലാമിക ജീവിതത്തിന്റെ പരിശീലന പാഠശാലയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ആത്മാവിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആത്മാവിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് ആത്മീയതയാണ്. ആത്മീയത എന്ന് പറഞ്ഞാൽ അനുഷ്ഠാന മുറകളും ആരാധനകളും ദിക്ർ ദുആകളും തിലാവത്തുൽ ഖുർആനും രാത്രി നമസ്കാരവും സേവന പ്രവർത്തനങ്ങളും നിസാബ് അനുസരിച്ച് സക്കാത്ത് നൽകലും സദഖ നിർവഹിക്കലും സഹജീവി സ്നേഹവും കുടുംബ ബന്ധങ്ങൾ ചേർത്ത് വെക്കലും ഒക്കെയാണ് ആത്മാവിനുള്ള ഭക്ഷണം എന്ന് പറയുന്നത്. ആ ആത്മാവിനുള്ള ഭക്ഷണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കേടാണ്. ആ കുറവാണ് ഈ ഉമ്മത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഈ മാസത്തിൽ നമ്മൾ ശരീരത്തിനാണ് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് ശ്രദ്ധയെങ്കിൽ കുടുംബത്തിൽ ഫുഡ് സംബന്ധമായ ചർച്ചയാണ് ഈ മാസത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ആത്മാവിനെ പരിപോഷിപ്പിച്ചെടുക്കാൻ അസുലഭ അവസരമായി അള്ളാഹു അനുവദിച്ച് നൽകിയിട്ടുള്ള ഈ മാസത്തെ ഉപയോഗപ്പെടുത്തുന്നിടത്ത്, അങ്ങനെ ഉത്ബുദ്ധത കൈവരിക്കുന്നിടത്ത് നമുക്ക് പരാജയം സംഭവിക്കും. അള്ളാഹു നമ്മെ കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കുടുംബജീവിതം ഏറെ ദുസ്സഹമായി കൊണ്ടിരിക്കുന്നുണ്ട്. മക്കളെയൊക്കെ പ്രതീക്ഷയോടെ പോറ്റി വളർത്തി അതേ മക്കൾ തന്നെ ഖുർആൻ പറഞ്ഞതുപോലെ പരീക്ഷണമായി തീരുകയാണ്. പല രക്ഷിതാക്കളും പറയാതെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് 5, 10, 15 വർഷം പിന്നിട്ടിട്ട് ഒരു കുഞ്ഞെന്ന സൗഭാഗ്യമില്ലാത്ത ദമ്പതികൾ അനുഭവിക്കുന്നതിനേക്കാൾ ടെൻഷനും സ്ട്രെസ്സും പ്രയാസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മക്കളുള്ള മാതാപിതാക്കളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമിതമാവുകയില്ല. 10 വർഷത്തെ ദാമ്പത്യം പിന്നിട്ടൊരു കുഞ്ഞെന്ന സൗഭാഗ്യം കിട്ടാത്ത ദമ്പതികളെക്കാൾ ടെൻഷൻ മക്കളുള്ള മാതാപിതാക്കൾ. അങ്ങനെ ഒരു മകളില്ലായിരുന്നു എങ്കിൽ അവളെ ഒളിച്ചോടി പറയിപ്പിച്ച് സമൂഹത്തിന് മുമ്പിൽ തല താഴ്ത്തി ജമാഅത്തിന് നമസ്കാരത്തിന് പോകാൻ പറ്റാത്ത പരിതസ്ഥിതിയിലേക്ക് ഞാൻ എത്തുമായിരുന്നില്ല എന്ന് പരിതപിക്കുന്ന രക്ഷിതാക്കളെ, ദീനീ ബോധമുള്ള രക്ഷിതാക്കൾ എന്ന് പറയുന്നവരെ നിങ്ങൾക്ക് കാണണം. ഇങ്ങനെ ഒരു മകനില്ലായിരുന്നു എങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ട് ലജ്ജാകരമായ അനുഭവങ്ങളിലൂടെ പോകേണ്ട ഗതികേട് എനിക്ക് വരുമായിരുന്നില്ല. ഡയാലിസിസിന് പോകുന്നതിനിടക്ക് മക്കളെയും കൊണ്ട് മകനെയും കൊണ്ട് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് യാത്ര പോകുന്ന രക്ഷിതാക്കളുണ്ട്. അപ്പൊ നമ്മൾ തിരിച്ചു പിടിക്കണം. കാരണം വലിയ ദൗത്യമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. അള്ളാഹു നമ്മിൽ ഏൽപ്പിച്ചതെന്താ? കുടുംബസമേത സമൂഹത്തിന്റെ നന്മക്ക് സാക്ഷികളാകുക എന്നാണ്. നമ്മൾ നമുക്ക് മാത്രം മാതൃകയായി പോരാ. നമ്മൾ നന്നാകണം, നമ്മുടെ മക്കൾ നന്നാകണം.
നമ്മുടെ കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളതാകണം. ദാമ്പത്യം അഴിച്ചു മാറ്റാനാവാത്ത കെട്ടായി തീരണം. മവദ്ദത്തും റഹ്മത്തും പ്രണയവും സ്നേഹവും കാരുണ്യവും ആർദ്രതയും കളിയാടുന്ന ദാമ്പത്യത്തിന്റെ നല്ല നിമിഷങ്ങൾ നമ്മുടെ വീടകങ്ങളിൽ ഉണ്ടാകണം. സംസ്കാരം വിരിയിക്കുന്ന വസന്ത കേന്ദ്രമായി നമ്മുടെ വീടുകൾ മാറണം. കോൺക്രീറ്റ് കെട്ടിടങ്ങളായി മാറാൻ തുടങ്ങി നമ്മുടെ വീടുകൾ. ദീനീ ബോധമില്ല, തിലാവത്തുൽ ഖുർആനില്ല, സുന്നത്ത് നമസ്കാരങ്ങളില്ല. റമദാനായി നമ്മൾ ശീലിച്ചു. റമദാൻ നമ്മുടെ കുടുംബജീവിതവും എന്തെങ്കിലും ഒരു മാറ്റം. റമദാൻ അല്ലാത്ത കാലത്ത് പലപ്പോഴും കുടുംബത്തോടും മക്കളോടും ഈ വക വിഷയങ്ങൾ ശ്രദ്ധ കൊടുക്കാൻ നമുക്ക് നേരം കിട്ടിയിട്ടില്ല. എന്നാൽ എല്ലാവരും ഇതാ മക്കളടക്കം എങ്ങനെ നന്നാകി ഈ കാലം. ടീനേജ് കണ്ടിയില്ലേ, യുവാക്കൾ കണ്ടിയില്ലേ, ബാല്യം പറഞ്ഞിരിക്കാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് എല്ലാവരും മാനസികമായി തങ്ങളുടെ ഇച്ഛകളൊക്കെ നിയന്ത്രിച്ച് നന്മയെ കാതോർക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക്, അറ്റ്മോസ്ഫിയറിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചത്. അതിപ്പോ +2 ആയാലും ഹയർ സെക്കൻഡറി ആയാലും കോളേജ് ആയാലും യുവാവായാലും യുവതിയായാലും എല്ലാവരും ഇസ്ലാമിക് ഉമ്മത്തിലെ ഈ സിംഗിൾ മെമ്പർ എല്ലാവരും അവരവരുടെ ഇച്ഛകളെ നിയന്ത്രിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇച്ഛകളുടെ പിന്നാലെ പുതിയ കാല ലിബറലിസം, പുതിയ കാല കാഴ്ചപ്പാടുകൾ, മൈ ബോഡി ഈസ് മൈ ചോയ്സ്, മൈ ബോഡി ഈസ് മൈ റൈറ്റ്, എന്റെ ശരീരം എന്റെ അവകാശം, ഞങ്ങൾ തോന്നുന്നത് ചെയ്യും, തോന്നുന്നത് കാണും, കഴിക്കും എന്ന നിലക്കൊക്കെ മുന്നോട്ട് പോകുമ്പോ ഇച്ഛകളെ നിയന്ത്രിക്കണം. അവർക്കാണ് സ്വർഗം. എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുക? പറഞ്ഞിട്ട് കേൾക്കണില്ല. അപ്പോഴാണ് റമദാൻ വന്നത്. സുബഹിക്ക് പള്ളിയിൽ പോകണില്ല, അത്താഴത്തിന് എഴുന്നേൽക്കുക. നമ്മളിത് കാണുക. 1-2 വട്ടം വിളിക്കുമ്പോഴേക്ക് മക്കളും മകളൊക്കെ എഴുന്നേൽക്കണം. നോപ്പാണ് എല്ലാവരും മാറാൻ. യാ ബാഗിയൽ ഖൈർ, നന്മ ഉദ്ദേശിക്കുന്നവനെ അഖ്ബിൽ, നീ മുന്നോട്ട് വാ. വയാ ബാഗിയശ് ശർ, തിന്മ പരതി നടക്കുന്നവനെ ലഹരിയിലേക്കും കൂത്താട്ടങ്ങളിലേക്കും തോന്നിവാസങ്ങളിലേക്കും അധർമ്മങ്ങളിലേക്കും അശ്ലീലതകളിലേക്കും ആഭാസങ്ങളിലേക്കും അങ്ങനെ ചേക്കേറിക്കൊണ്ടിരിക്കുന്നവരെ അക്സിറൽ ചുരുക്കുക, അംസികത അവസാനിപ്പിക്കുക. മാസം മാറി, റമദാൻ വന്നണഞ്ഞു. ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന പ്രോക്തങ്ങൾ അവതരിക്കപ്പെട്ട മാസമാണ്. എങ്ങും ഇരുട്ടുകൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊല്ലും കൊലയും ലഹരിയും പ്രണയക്കെടുതികളും ലൈംഗിക അരാജകത്വങ്ങളും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെയായി ദുലുമാത്ത് ഒരുപാടുണ്ട്. ഇരുട്ടുകൾ ബഹുവചന രൂപത്തിലാണ്. പരിഹാരം ഒരൊറ്റ വെളിച്ചം മാത്രം, വിശുദ്ധ ഖുർആൻ. നമ്മള് കുടുംബത്തിൽ നിന്ന് മാറ്റി വെച്ചു. ദാമ്പത്യത്തിൽ നിന്ന് ഖുർആനാണ് മാറ്റിവെച്ചാൽ ദാമ്പത്യം പിന്നെ ശിഥിലമാകും. കുടുംബ ജീവിതത്തിൽ നിന്ന് ഖുർആൻ മാറ്റിവെച്ചു കഴിഞ്ഞാൽ കുടുംബത്തിൽ ഭൂകമ്പം ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാകും. ഖുർആനിന്റെ മെസ്സേജ് ചർച്ചക്ക് വിഷയീഭവിക്കണം നമ്മുടെ കുടുംബങ്ങളിൽ. പുതിയ കാലത്ത് എക്സുകളും വൈ ടീമുകളും ലിബറലിസ്റ്റുകളും യുക്തിവാദികളും ഒക്കെ വിശുദ്ധ ഖുർആനെ വിമർശിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ, പുതുതലമുറകളെ വിശ്വാസത്തിൽ നിന്ന്, ധർമ്മത്തിൽ നിന്ന്, മൊറാലിറ്റിയിൽ നിന്ന്, മോഡസ്റ്റിയിൽ നിന്ന് കുഴപ്പിച്ചുകൊണ്ടിരിക്കുക അല്ല. വാല്യബിളായ, മൂല്യവത്തായ, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലാത്ത, നന്മയുള്ള, ഗുണകാംക്ഷയുള്ള, സദാചാര ബോധമുള്ള, നേരും നെറിയുമുള്ള ലൈഫാണ് വിശുദ്ധ ഖുർആനിന്റെ വഴിയും വെളിച്ചവും എന്ന് സ്വജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ കഴിയണം. അഹ്സിനു, നിങ്ങൾ സുഹൃത്തം ചെയ്യണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു നന്മകൾ ചെയ്യുന്നവരെയാണ് ഇഷ്ടപ്പെടുന്നത്. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. വിശുദ്ധ ഖുർആൻ 67-ാം അധ്യായം സൂറത്തുൽ മുൽക്ക് 2-ാം സൂക്തം. الذي خلق الموت والحياة, മരണവും ജീവിതവും നിശ്ചയിച്ചിട്ടുള്ളത്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ആരാണ് നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നു എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. കുടുംബത്തിൽ ഇരുന്നിട്ട് ഞാനൊരു ഭർത്താവാണ്, അതേപോലെ എൻ്റെ മാതാപിതാക്കളുടെ മകനാണ്. അപ്പൊ ഞാൻ നല്ലൊരു മകനായി മാറണം, ഞാൻ നല്ലൊരു ഭർത്താവായി തീരണം. അതേപോലെ ഭാര്യമാർ നല്ല ഭാര്യയായി തീരണം, മകൾ നല്ല മകളായി തീരണം, മകൻ നല്ല മകനായി തീരണം, ബ്രദറും സിസ്റ്ററും ഒക്കെ നല്ല നിലവാരത്തിലാകണം. ഇങ്ങനെ ഏറ്റെടുക്കുന്ന എല്ലാം ഏറ്റവും ഉദാത്തമായി നിർവഹിക്കുക എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ മെസ്സേജ്. ജീവിതയാത്രയിൽ ഏറ്റെടുക്കുന്ന ബന്ധങ്ങളിലെ അമാനത്തുകൾ അങ്ങനെയാ. മകളാകും, മകനാകും, അല്ലെ, ഭാര്യയാകും, ഭർത്താവാകും, ഉപ്പയാകും, ഉമ്മയാകും, വല്യുമ്മയാകും, വല്യുപ്പയാകും, അയൽവാസിയാകും, ആരാകും, പ്രൊഫഷനുകൾ പലതും ജീവിതയാത്രയിൽ ഏറ്റെടുക്കുന്ന സമയത്ത് ഒരു മുസ്ലിമാണ് എങ്കിൽ, പരലോക ബോധമുണ്ട് എങ്കിൽ, പർപ്പസ് ഓഫ് ലൈഫ് കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ, ജെഫ്രി ലാംഗ് കാത്തലിക് ഫാമിലിയിൽ ജനിച്ച് അവസാനം യുക്തിവാദിയായി തീർന്ന്
1982 തന്റെ സ്റ്റുഡന്റ് കൊടുത്ത വിശുദ്ധ ഖുർആൻ പരിഭാഷ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക. ജെഫ്രി ലാംഗ് അമേരിക്കയിലെ മാത്തമാറ്റീഷ്യനാണ്, പ്രൊഫസറാണ്. അങ്ങനെ സ്റ്റുഡന്റ് കൊടുക്കുന്ന വിശുദ്ധ ഖുർആൻ പരിഭാഷ വായിച്ച് ജീവിത ലക്ഷ്യം കണ്ടെത്തുകയാണ്. അപ്പൊ നിങ്ങൾ യൂട്യൂബിൽ ജെഫ്രി ലാംഗിനെ അടിച്ചു കഴിഞ്ഞാൽ പർപ്പസ് ഓഫ് ലൈഫ്, ജീവിത ലക്ഷ്യം എന്ന 1.5 മണിക്കൂർ പ്രഭാഷണമുണ്ട്. ജീവിതത്തിന് ലക്ഷ്യമില്ല എന്നും തോന്നുന്ന രൂപത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകാം എന്ന നിലക്ക് പ്രചാരണത്തിന് നേതൃത്വം കൊടുത്ത മനുഷ്യന് അടുക്കും ചിട്ടയും പർപ്പസും ഗോളുമുള്ള ജീവിതത്തിന് വഴിയും വെളിച്ചവുമായി തീർന്നത് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. അത്താഴത്തിൽ നമ്മൾ എഴുന്നേൽക്കുകയാണ്. അത്താഴത്തിന് എഴുന്നേറ്റ് 50 ആയത്ത് ഓടുന്ന ഡ്യൂറേഷൻ അത്താഴം കഴിക്കാൻ 10-15 മിനിറ്റ് സമയമുണ്ട്. വീണ്ടും നമ്മളോ മക്കളോ പുതപ്പിലേക്ക്, തണുപ്പിലേക്ക്, AC-യിലേക്ക്, കട്ടിലേക്ക് വീണ്ടും ചുരുണ്ടുകൂടുകയാണ് എങ്കിൽ 4ാം കാര്യമാകുന്ന നോമ്പിന് 2ാം കാര്യമാകുന്ന നമസ്കാരം നഷ്ടപ്പെടുത്തി തുടങ്ങുന്ന ഹതഭാഗ്യരായ ഇസ്ലാമിക ഉമ്മത്തിലെ നോമ്പുകാർ മാറിക്കഴിഞ്ഞാൽ ഈ ഉമ്മത്ത് ഖൈറുമ്മയാകോ? നമുക്കും മക്കളും ഗൈഡ് ലൈൻ ലഭിക്കപ്പെടുമോ? വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം കിട്ടുമോ? പ്രിഫറൻസ്, മുൻഗണനാക്രമമില്ല അനുഷ്ഠാന മുറകളിൽ. അത് കഴിഞ്ഞ 11 മാസം നമ്മളും മക്കളും ഒക്കെ നഷ്ടപ്പെടുത്തിയെങ്കിൽ അത് ശീലിച്ചെടുക്കേണ്ട, നിർബന്ധം കൃത്യമാക്കി ഐച്ഛികമായ സുന്നത്തായത് നിരന്തരമായി നിർവഹിക്കുന്ന ഹാബിറ്റിലേക്ക്, ശീലത്തിലേക്ക്, ഇസ്ലാമിക് ലൈഫിലേക്ക്, ഇസ്ലാമിക് റിച്വൽസിനോട് കമ്മിറ്റ്മെന്റ് കാണിക്കുന്ന അനുഭവങ്ങളിലേക്ക് കടക്കുന്ന കാലമാണ് റമദാൻ പറഞ്ഞാൽ. ആ സമയത്ത് പോലും ഇസ്ലാമിക ഉമ്മത്തിലെ നമുക്കും മക്കൾക്കും ഒക്കെ 2-3 നമസ്കാരം നഷ്ടപ്പെടുത്തി കളയാം. എന്നിട്ട് നമ്മൾ നോമ്പ് വിൽക്കുക, സുബഹി ജമാഅത്തിനെ അറ്റൻഡ് ചെയ്യാതെ നോമ്പ് വിൽക്കുക, നോമ്പ് തുറക്കുക എന്നുള്ള പേര് പറഞ്ഞ് മഗ്‌രിബ് ജമാഅത്ത് നഷ്ടപ്പെടുത്തുക. മഗ്‌രിബിന്റെ ഇശാഇന്റെ അടിയിൽ ഭക്ഷണം കഴിച്ച് അതിന്റെ ആലസ്യത്തിൽ 1-1.5 മണിക്കൂറോ ഗ്യാപ്പ് നൽകിയിട്ട് പോലും പള്ളിയിൽ വന്ന് 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിച്ച് ഇശാ ജമാഅത്തിനെ കാത്തിരിക്കുന്ന കൾച്ചറിലേക്ക്, റിച്വൽ അനുഷ്ഠാന ബോധത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എങ്കിൽ ഇനി എന്നാ എത്തുക? റക്അത്ത് അൽ ഫജ്ർ ഖൈറുൻ മിനദ് ദുനിയാ വമാ ഫീഹാ. സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് ഈ ദുനിയാവും അതിലുള്ളതിനേക്കാളും എല്ലാം മെച്ചപ്പെട്ടതാകുന്നു. 12 മണിക്ക് മക്കൾ മൊബൈൽ എടുത്തിരിക്കുകയാണ്. എന്താ ചോദിച്ചാൽ ആപ്പിൾ ഫോൺ 5000 രൂപ വിലക്കുറവിൽ ഫ്ലിപ്കാർട്ടിലുണ്ട്, ആമസോണിലുണ്ട്, ഓഫറാണ്. 10 മിനിറ്റാണ് ടൈം. കാത്തിരിക്കുകയാണ്, ഉറപ്പൊക്കെ മാറ്റി. നമ്മളൊക്കെ ബിസിനസ്സിന് വേണ്ടിയിട്ട് പല മീറ്റിങ്ങുകളിലും കാര്യങ്ങളിലൊക്കെ പോയിരുന്ന് എത്ര സമയവും സഹനവും സഹിക്കുകയാണ്. ദുനിയാവിന്റെ കാര്യം 10 രൂപക്ക് 1 കിലോ തക്കാളി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ 50 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് ഹൈപ്പർ മാർക്കറ്റിൽ പോയി നമ്മൾ വാങ്ങും. ദുനിയാവിന്റെ ഓഫർ ചെറുത് കിട്ടാൻ വേണ്ടി. അതേ അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം ഈ ദുനിയാവും അതിലുള്ളതിനേക്കാളും എല്ലാം മെച്ചപ്പെട്ടതാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശീലം നമ്മൾ തുടങ്ങിയും കുട്ടികളോട് അത് പറയാൻ തുടങ്ങിയോ? കാരണം അവർ ജമാഅത്ത് ശരിയാക്കി പിന്നെ അടുത്തത് റവാത്തിബിലേക്ക് കടക്കണം. അറിയാം, സുബഹി ജമാഅത്തിന്റെ പ്രാധാന്യം നിങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ നിരങ്ങിക്കൊണ്ടെങ്കിലും പള്ളിയിലേക്ക് എത്തുമായിരുന്നു എന്ന്. നടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിരങ്ങി 5:30ക്കാണ് സുബഹി ജമാഅത്ത് എങ്കിൽ 10 മിനിറ്റ് നടക്കാനുള്ള, പക്ഷെ നടക്കാൻ കഴിയുകയില്ല. അരമണിക്കൂർ വേച്ച് നടന്നാലേ ജമാഅത്തിന് പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ സുബഹി ജമാഅത്തിന്റെ ഹദീസ് സാക്ഷരതയിലേക്ക് എത്തുന്ന ഒരു സത്യവിശ്വാസി അരമണിക്കൂർ ടൈം എടുത്തുകൊണ്ട് നിരങ്ങി സുബഹി ജമാഅത്തിന് പങ്കെടുക്കുമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കുടുംബം മാറണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ വിധിവിലക്ക് പാലിക്കണം. നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബർസ്ഥാനുകൾ, ശ്മശാനങ്ങളാക്കി തീർക്കരുത് എന്നാണ് നമ്മൾ തീർത്തുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മഖ്ബറകളാക്കി മാറ്റരുത്. അത് മാറ്റാതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ വിശുദ്ധ ഖുർആൻ പാരായണവും ഐച്ഛിക സുന്നത്ത് നമസ്കാരങ്ങളും കൊണ്ട് നിങ്ങളുടെ വീടുകളെ അലങ്കരിക്കണം, അനുഗ്രഹീതമാക്കി തീർക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പൊ അത്താഴ ഭക്ഷണം കഴിഞ്ഞാൽ 10 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഉറങ്ങല്ല. തിലാവത്തുൽ ഖുർആൻ ഇറങ്ങിയ മാസാണിത്. എല്ലാവരുടെ കയ്യിലും ഖുർആനിന്റെ കോപ്പി. മകളുടെ കയ്യിൽ മൊബൈലുണ്ട്, മകന്റെ കയ്യിൽ മൊബൈലുണ്ട്, ഉമ്മാന്റെ കയ്യിൽ മൊബൈൽ, ഉപ്പാന്റെ കയ്യിൽ മൊബൈൽ. ഈച്ച് എവരി സിംഗിൾ പേഴ്സൺ ഇൻ അവർ ഫാമിലി, നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ആപ്പിളും മാങ്ങയും സാംസങ് ഒക്കെ ആയിട്ട് ഫോൺ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ വിശുദ്ധ ഖുർആനിന്റെ തിലാവത്തിന്റെ ഒരു കോപ്പി കൊടുത്തിട്ടുണ്ടോ? മകളുടെ കോപ്പി, മകന്റെ കോപ്പി. 5 അംഗങ്ങളുടെ ഒരു കുടുംബത്തിൽ 5 സെറ്റ് ഖുർആൻ. എന്നിട്ട് തിലാവത്തുൽ ഖുർആൻ ഇങ്ങനെ ആരംഭിച്ച് ഓരോരുത്തരും എന്ത് ചെയ്യാണ്? അവരവരുടെ ഭാഗം ഇങ്ങനെ ഓതി തീർക്കുക. ഇടയ്ക്ക് അതിന്റെ ഒരു ഒബ്സർവേഷൻ, ഒരു ഇവാലുവേഷൻ എടുക്കുക. എത്ര ആയത്തെത്തി? മകനോട് ചോദിക്കുമ്പോ
രണ്ടാം ജുസ് സയഖൂലു സുഫഹാ, മോളെവിടെ എത്തി? മൂന്നാം അധ്യായം ആൽ ഇംറാനിലേക്ക് കടന്നു. ഉപ്പങ്ങളെവിടെ എത്തി? ഞാൻ 4-ാം ജുസിയിലേക്ക് എത്തി. മാത്സര്യ ബുദ്ധി, മതവും മനഃശാസ്ത്രവും മനസ്സിലാക്കി മതത്തിന്റെ വിധിവിലക്കുകൾ ഭാരമാക്കി തീർക്കാതെ, യാ ബുനയ്യ, അല്ലയോ പൊന്നു മകനെ, യാ അബതി, അല്ലയോ പൊന്നു പിതാവേ, സ്നേഹത്തോടെ ഗുണകാംക്ഷയോടെ മനസ്സിൽ ഇടം നേടിക്കൊണ്ട് സാരോപദേശങ്ങൾ നൽകുന്ന നല്ല അനുഭവങ്ങൾ നമ്മുടെ വീടകങ്ങളിൽ ഉണ്ടാകണം. 7 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടികളെ നമസ്കാരം ശീലിപ്പിക്കണം. 10 വയസ്സായിട്ട് നമസ്കരിക്കണില്ലെങ്കിൽ അതിനൊരു ഗൗരവം കൊടുക്കണം, ശാസന കൊടുക്കണം. അടിക്കണം എന്ന് പറഞ്ഞിട്ടല്ല. പ്രവാചകൻ ജീവിതത്തിൽ ഒരാളെയും അടിച്ചിട്ടില്ല. 10 വർഷത്തോളം ഖിദ്മത്ത് നടത്തിയ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്നുപോലെ എന്നോട് പ്രവാചകൻ പറഞ്ഞിട്ടില്ല. എന്താ അനസ് നീ അങ്ങനെ ചെയ്തത്, എന്താ ഇങ്ങനെ ചെയ്യാത്തത് എന്ന് പോലും പ്രവാചകൻ ചോദിച്ചിട്ടില്ല. ആ പ്രവാചകൻ കുട്ടികളെ തല്ലാൻ പറയൂ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ പേരക്കുട്ടികളെ ഒട്ടകമായി കുതിരയായി കളിപ്പിച്ച പ്രവാചകൻ. സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് കുട്ടികളുടെ കരച്ചിൽ കേട്ട് കഴിഞ്ഞാൽ നമസ്കാരത്തിൽ ആയത്തുകൾ ചുരുക്കി കുഞ്ഞുങ്ങളോടും സ്ത്രീകളോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പ്രവാചകൻ. കുട്ടികളുടെ ഗുരുനാഥനായി കടന്നു വന്ന പ്രവാചകൻ കുട്ടികളെ അടിക്കാൻ പറയില്ല. പക്ഷേ നമസ്കാരത്തിന്റെ ഗൗരവം പഠിപ്പിക്കാൻ പ്രയോഗിച്ചതാണത്. 7-ാമത്തെ വയസ്സിൽ നമ്മുടെ കുട്ടികൾക്ക് നമസ്കാരം ശീലിപ്പിക്കണം. പിതാവ് കുട്ടിയുടെ കയ്യും പിടിച്ച് സുബഹി ജമാഅത്തിന് പള്ളിയിൽ വരണം. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ആളുകൾ ഒരുമിച്ചുകൂടി സർവ്വലോക പരിപാലകനായ പടച്ച റബ്ബിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്ന, റുക്കൂ ചെയ്യുന്ന, സുജൂദ് ചെയ്യുന്ന 2 റക്അത്ത് നമസ്കാരമുണ്ട് നമ്മുടെ മഹല്ലിൽ, നമ്മുടെ പള്ളിയിൽ, നാട്ടിൽ എന്ന് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. എന്നാൽ ഭാരമാകുന്ന രൂപത്തിൽ ആവേശം കാണിച്ച് മതത്തിൽ അതിര് കവിഞ്ഞ് കുട്ടികളുടെ പ്രായവും അതേപോലെ തന്നെ അവരുടെ ശാരീരിക അവസ്ഥയും പരിഗണിക്കാതെ ഡെയിലി കൊണ്ടുവരണ്ട. 3 വർഷത്തെ കാലയളവ് തന്നിട്ടുണ്ട് മതം പഠിപ്പിച്ചു കൊടുക്കാനും അനുഷ്ഠാന മുറയെക്കുറിച്ച് കൃത്യമായി ആചരിപ്പിക്കുന്ന നിലവാരത്തിലേക്ക് എത്തിക്കാൻ. ഒരു ജോലിക്കെടുത്താൽ 6 മാസം പ്രൊബേഷൻ പീരീഡാന്ന് അറിയും. 1 കൊല്ലം നിങ്ങൾക്ക് പ്രൊബേഷൻ പീരീഡാ, എന്നിട്ട് കൺഫർമേഷൻ ലെറ്റർ തരാം കമ്പനിയിൽ എന്ന് പറയാറുണ്ട്. അതേപോലെ 7 വയസ്സിൽ അള്ളാഹിനെ കുറിച്ച്, നമസ്കാരത്തെ കുറിച്ച് കുട്ടികളുടെ തർബിയത്തിന്റെ സമയത്ത് അബ്ദുൽ മലിക് ബിൻ മർവാൻ റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറയപ്പെട്ട ഒരു അഥറുണ്ട്. 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെ നിങ്ങൾ കുട്ടികളുമായിട്ട് കുട്ടികളുടെ കൂടെ കുട്ടികളായി നിങ്ങൾ മാറണം. കുട്ടികളുടെ കൂടെ 7 വയസ്സ് വരെ കുട്ടികളായി തീരാം. 8 വയസ്സ് മുതൽ 14 വയസ്സ് വരെ സെക്കൻഡ് 7 ഇയേഴ്സ് പീരീഡിൽ അധികവും കുട്ടികൾക്ക് സംസ്കാരം പഠിപ്പിക്കണം, ദീന് പഠിപ്പിക്കണം, അഖീദ പഠിപ്പിക്കണം, നമസ്കാരം പഠിപ്പിക്കണം, വിധിവിലക്കുകൾ പഠിപ്പിച്ചു കൊടുക്കണം. 15 വയസ്സ് മുതൽ 21 വയസ്സ് വരെ ലഹരി ടീമുകൾ, പോർണോഗ്രഫി ടീമുകൾ, അതേപോലെ തന്നെ പ്രണയത്തിൽ അകപ്പെടുന്ന പ്രായത്തിൽ മാതാപിതാക്കൾ മക്കളുടെ കൗമാര ചങ്ക് ബോസായി മാറണം. പുതിയ കാല ഭാഷയിൽ പറഞ്ഞാൽ 15 വയസ്സ് മുതൽ 21 വയസ്സ് വരെ തേർഡ് 7 ഇയേഴ്സ്, തേർഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ 3-ാമത്തെ ഭാഗം കുട്ടികളുടെ സുഹൃത്തുക്കളായി തീരെ എല്ലാം തുറന്നു പറയാൻ കഴിയണം. പക്ഷെ അതൊന്നും കഴിഞ്ഞിട്ടില്ല. അല്ലേ? ശ്വാസമില്ല, അനുഷ്ഠാനമില്ല, സ്വഭാവമില്ല, സംസ്കാരമില്ല. വീട്ടിൽ കടന്നു കഴിഞ്ഞാൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ മനസ്സ് തുറന്ന് സിറ്റ് ഔട്ടിൽ ഇരുന്ന് 15 മിനിറ്റ് സംസാരിക്കുന്ന സീനുള്ള കാഴ്ചയുള്ള എത്ര വീടുകളുണ്ട്? വീട്ടുകാണ്ട് കയറി എല്ലാവരും ഈ മൊബൈലാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. എന്താ നമ്മുടെ മക്കൾ കാണുന്നത്? എന്താ ഈ കൊലപാതകവും കാര്യങ്ങളൊക്കെ നടക്കാനുള്ള കാരണം? പ്രതിവർഷം സ്ക്രീനായിട്ട് ഈ ടീനേജ് സ്ക്രീനേജ് ആയി മാറി. നമ്മളുമൊക്കെ ഈ സ്ക്രീനിന്റെ മുമ്പിൽ അടയിരുന്ന് കഴിഞ്ഞാൽ റീൽസിൽ നിന്ന് റീൽസിലേക്ക് പോയി കഴിഞ്ഞാൽ റീൽസിലൂടെ നീങ്ങണം. റിയൽ ലൈഫ് മാറ്റിവെക്കുക. കംപ്ലീറ്റ് റീൽസുകളിലാണ്. കോട്ടയം ജില്ലയിൽ 9-ാം ക്ലാസ്സുകാരനെ നഗ്നനാക്കിയിട്ട് വീഡിയോ എടുത്ത് റീൽസ് ആക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. തെലുങ്ക് പടം എന്താത്രേ പുഷ്പ, അതിലെ ഹീറോയുടെ രംഗം ആവിഷ്കരിച്ചതാണ് എന്ന് പറയാണ്. കുട്ടികൾ ഈ കാണുന്നത് പ്രാക്ടിക്കൽ ചെയ്യും. അതാണ് കുത്തലും വെട്ടലൊക്കെ അങ്ങനെയാണ്. 1 വർഷം ഈ സ്ക്രീനിലൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്, ബോധ ഉപബോധ മനസ്സിൽ 1 കൊല്ലം കൊണ്ട് 18,000-ഓളം കൊലപാതക സീനുകൾ കാണുന്നതാണ് ഈ സ്ക്രീനിലൂടെ പോയി കഴിഞ്ഞാൽ പഠനം. ഒരൊറ്റ വർഷം 20,000-ത്തിലധികം റേപ്പ് സീനുകൾ കാണേണ്ടി വരുന്നു എന്നാണ്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ആവർത്തിക്കും. ചോരയെ കുറിച്ച് പേടിയൊന്നുമില്ല. എല്ലാ EQ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുട്ടികൾ IQ നമ്മളൊക്കെ ഇന്റലിജന്റ് കോഷ്യൻ, EQ ഇമോഷണൽ കോഷ്യൻ, വൈകാരിക തലം, ഉപ്പ ഉമ്മ സഹപാഠി, കൂടെ പഠിക്കുന്നവന്, അയൽവാസി, മുതിർന്നവരെ ബഹുമാനിക്കുക, ചെറിയവരോട് കാരുണ്യം കാണിക്കുക, ഇതൊന്നുമില്ല. ആതുര സേവന കോഴ്സിന് പഠിക്കുന്ന കോട്ടയം ജില്ലയിൽ നിന്നുള്ള റിപ്പോർട്ടിൽ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ കൂടെ പഠിക്കുന്ന കുട്ടികളെ കാട്ടിക്കൂട്ടിയ 1.5 മിനിറ്റിന്റെ റാഗിംഗ് വീഡിയോ
മലയാളികൾ അന്തം വിട്ടുപോയി. നമ്മൾ പ്രബുദ്ധരാണ്, കുടുംബഘടനക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ്, മനുഷ്യപ്പറ്റുള്ളവരാണ് എന്നൊക്കെ പറയുന്നു എന്നല്ലാതെ. 4 ആഴ്ച മുമ്പ്, റമദാന് തൊട്ടു മുമ്പ് എന്റെ നാട്ടില് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ പാലിയേറ്റീവ് സംവിധാനത്തിന്റെ ആസ്ഥാന മന്ദിര ഉദ്ഘാടനം കഴിഞ്ഞു. 4 ഹോം കെയർ, എല്ലാ പ്രഭാതത്തിലും കിടപ്പിലായ രോഗികളെ പരിചരിക്കാൻ വേണ്ടി 4 ഹോം കെയർ വാഹനങ്ങൾ പുറപ്പെടും. അതിൽ 4 സിസ്റ്റേഴ്സ് ഉണ്ടാകും. ആ സിസ്റ്റേഴ്സ് അവരുടെ കുടുംബക്കാരും നാട്ടുകാരുമല്ലാത്ത രോഗികളുടെ വീട്ടിൽ ചെന്നുകൊണ്ട് ഷുഗർ ബാധിച്ച് വലിയ മുറിവുള്ള രോഗികളുടെ വീട്ടിലേക്ക് കയറി ചെന്ന് മരുന്നും സ്നേഹവും വെച്ച് കെട്ടിയിട്ട് ആശ്വാസവും പ്രതീക്ഷയും കൊടുക്കുകയാണ് ഞങ്ങളുടെ സിസ്റ്റേഴ്സ്. ആ കോഴ്സിന് പഠിക്കുന്ന കുട്ടികളാണ്. അഥവാ മനുഷ്യന്റെ ഇമോഷണൽ കോഷ്യന്റ്, മനുഷ്യപ്പറ്റ്, ആർദ്രത, അനുകമ്പം, സഹതാപം, സഹാനുഭൂതി ഇതൊക്കെ നഴ്സിംഗിൽ ഉണ്ടാകേണ്ടത്. ആ കുട്ടികൾ എന്താ ചെയ്തത്? കോമ്പസ് കൊണ്ട് ശരീരത്തിൽ കോറി മുറിവുണ്ടാക്കിയിട്ട് എന്നിട്ട് ആ നീറ്റൽ കൊണ്ട് പ്രയാസപ്പെടുമ്പോൾ ലോഷൻ ഒഴിച്ചുകൊണ്ട് കൂടുതൽ അർമാദിക്കുക, അത് വീഡിയോ എടുക്കുക. എന്താ കാരണം ചോദിച്ചാൽ ഇപ്പോഴത്തെ പാട്ടും സീനും മാർക്കും എന്ന് പറയുന്ന ഫിലിം TV-യിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറയും, ഓർഡർ കൊടുക്കുക. കാരണം വയലൻസിലേക്ക് സ്വാഗതം, അങ്ങനെയാണ്. വയലൻസിലേക്ക് സ്വാഗതം എന്നാണ് ഫിലിമിന്. വെട്ടലും കുത്തലും. കുട്ടികൾ ഇപ്പൊ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട് പോലുണ്ട്, കട്ടച്ചോര ജ്യൂസ് അടിച്ച് കുടിച്ച് ഒരു പാട്ടുണ്ട്. ചെറിയ കുട്ടികളുടെ നാവിലൊക്കെ ആ പാട്ടാണ്. കട്ടച്ചോര ജ്യൂസ് അടിച്ച് കുടിക്കുക. നമ്മൾ കട്ടപ്പാല്, മിൽമന്റെ കട്ടപ്പാല് കൂൾബാറിൽ കയറി കഴിഞ്ഞാൽ ചിക്കു ഷാർജാസേക്കൊക്കെ അടിച്ചിട്ടാൻ വേണ്ടിയിട്ട് കട്ടപ്പാല് കുറച്ച് ജ്യൂസ് അടിക്കാന്ന് കേട്ടിട്ടുണ്ട്. ഇത് കട്ടച്ചോരയാണ്. ഇതാ ഗെയിം കളിക്കുക. പണ്ടത്തെ ഗെയിം മിക്കി മൗസ് ആണ്, അഥവാ പൂച്ചി എലിന്റെ പിന്നാലെ ഓടുന്ന ഗെയിമാണ് കുട്ടികൾ വീഡിയോയിൽ കാണല്. ഇന്ന് കാണുന്ന എന്താ? വെടിവെക്കല്, തകർക്കല്, പോലീസിനെ ഇടിക്കൽ, ഇതാക്കല്, ഭയങ്കര സ്പീഡിൽ പോകല്. ഇത് മനസ്സിൽ സേവ് ചെയ്യപ്പെടുന്നുണ്ട് കുട്ടികളുടെ. 3 വയസ്സ് വരെ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാൻ പാടില്ല, ടാബ് കൊടുക്കാൻ പാടില്ല. 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെ അരമണിക്കൂർ, 8 വയസ്സ് മുതൽ 12 വയസ്സ് വരെ 1 മണിക്കൂർ, 12-ന് ശേഷം ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുക. എന്താ ചെയ്യുന്നത്? എനിക്ക് അരമണിക്കൂർ തരാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കൊടുക്കും. അല്ലേ? അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കാന്ന. ഇത് രക്ഷിതാക്കൾ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കുട്ടികൾക്ക് ഇതാണ് കൊടുക്കാൻ അവരിതാണ് കാണുന്നത്. അത് കണ്ടിങ്ങനെ വളർന്നു കഴിഞ്ഞാൽ പിന്നെ സൈക്കിൾ കയ്യിൽ കിട്ടിയാല് അതൊരു സ്കൂട്ടറാന്ന് വിചാരിക്കും. അങ്ങനെ ഗെയിമിൽ അവർ കളിച്ചത് അവർ മനസ്സിലുണ്ട്. പിന്നെ എന്താ പോക്കാൻ, ബൈക്കായാലും കാറായാലും എന്തായാലും തന്റെ റൈസിങ്. അതേപോലെ കൊല്ലുന്ന സീനാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതിൽ അങ്ങനെ. ഇപ്പോൾ ഷഹബാസിനെ കൊന്ന ആ കുട്ടികളുടെ ഐക്കൺ ദക്ഷിണ കൊറിയയിൽ വയലൻസിന്റെ സീരിയൽ ഒരു ഐക്കൺ ഉണ്ട്. അതാണ് ആ കുട്ടികളുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐക്കൺ എന്നാണ് പോലീസ് റിപ്പോർട്ടിൽ. ഞാൻ അവസാനിപ്പിക്കാം. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ പണ്ടത്തെ പോലല്ല. നമ്മൾ പുതിയ കാലത്ത് ബിസിനസ് ചെയ്യാനും വീടുണ്ടാക്കാനും അതിന്റെ ആർക്കിടെക്ചർ, അതിന്റെ എഞ്ചിനീയർമാര്, അതേപോലെ ബിസിനസിന് വേണ്ടി ശില്പശാല കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് എങ്കിൽ പുതിയ കാല കുടുംബഘടനകളും പാരന്റിങ്ങും രക്ഷാകർത്തൃത്വവും അതൊരു കലയാണ്. അത് ശരിക്കും പഠിച്ചാൽ മതി. അതിനൊരു മോട്ടിവേഷനും പുറത്തു പോകുമ്പോൾ പോകണ്ട. ഈ ദീനുണ്ടായാൽ മതി. മണിക്കൂറുകൾക്കിടക്ക് മനുഷ്യന്റെ മനസ്സ് മാറിപ്പോകുന്നതിനെ പ്രതിരോധിക്കാൻ പാകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്ന നമസ്കാരം നിർവഹിക്കുന്നു ഞാനും നിങ്ങളും മക്കളും എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ അത് മതി പ്രിവെൻഷൻ. അള്ളാന്റെ ഓഫറാണ്. നമസ്കാരം സമ്മർദ്ദം ഏതുമില്ലാതെ അത് നിർവഹിക്കാൻ പറ്റുന്ന ശീലത്തിലേക്ക് മക്കളെ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ലഹരിയുടെ ഗ്യാങ്ങിലേക്ക് നിങ്ങൾ പോകേണ്ടി വരില്ല. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിന്ന് അള്ളാന്റെ ഒരു വെളിച്ചുണ്ടാകും. കാരണം ഞാൻ സുബൈ ജമാഅത്തിൽ പങ്കെടുക്കുന്നവരാണ്, ളുഹർ നമസ്കരിക്കുന്നവളാണ്, അസർ നമസ്കരിക്കുന്നവനാണ്, മഗ്രിബ് നമസ്കരിക്കുന്നവളാണ്, അതിനുശേഷം ഖുർആൻ പാരായണം ചെയ്യുന്നവനാണ്. നമസ്കാരം യഥാസമയത്ത്, തിലാവത്തുൽ ഖുർആൻ, അതേപോലെ തന്നെ ഇടക്കൊക്കെ നോമ്പ്. റമദാൻ മാത്രം കാത്തുക്കണ്ടെങ്കിൽ അല്ലേ? ഇപ്പൊ ആ കാലം മാറി. പണ്ട് നമുക്ക് ഇതൊക്കെ അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാകാൻ റമദാൻ വന്നു കഴിഞ്ഞാൽ മതി. ഇനി അടുത്ത 11 മാസം വരാൻ പോവുക. ഇപ്പൊ കേൾക്കാൻ തുടങ്ങിയത് എന്താ? ഈ റമദാനിൽ അടക്കം, റമദാനിന്റെ മുമ്പ് കേട്ടത്, ഇനി ഈ മാസാണ്ട് കഴിഞ്ഞാൽ സർവ്വ പിശാചുക്കളെയും അഴിച്ചുവിടാൻ പോവാണ്, സ്വർഗം ക്ലോസ് ചെയ്യാൻ പോവാണ്, നരകം തുറക്കാൻ പോവാണ്. എന്തൊക്കെയാണ് നാട്ടിൽ നടക്കാന്ന് പറയാൻ കഴിയില്ല. അപ്പൊ അതിനൊക്കെ പ്രതിരോധിക്കണം എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂറ്റി ഉണ്ടാക്കിക്കൊള്ളണം. അത് ഇവിടെ പറയുന്ന റമദാനൊക്കെ നിങ്ങൾ കേൾക്കും. ആഴ്ചയിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു നോമ്പുണ്ടാകണം. നിസ്കാരം കൊണ്ട് നമ്മൾ തസ്ബീഹത്ത് സമ്പാദിക്കുക, അതിന്റെ കൂടെ തിലാവത്തുൽ ഖുർആനും ആശയ പഠനവും നേടിയെടുക്കുക, അതിന്റെ കൂടെ എല്ലാവരും ഒന്ന് ഒതുങ്ങാൻ വേണ്ടി ആഴ്ചയിൽ ഒരിക്കൽ ഒരു സുന്നത്ത് നോമ്പ്, തിങ്കളാഴ്ച നമ്മുടെ വീട്ടിൽ നോമ്പുണ്ടാകണം. അപ്പൊ കുട്ടികൾക്കൊക്കെ ആ ബോധം ഉണ്ടാവും. +2-കാരും കോളേജുകാരും എല്ലാവരും നോമ്പ് കണ്ടു. അവ കുട്ടികളുടെ മനസ്സിലേക്ക് എന്തെങ്കിലും തിന്മ, തെറ്റ്, പ്രണയക്കെടുതി കാര്യങ്ങൾ വഴിതെറ്റിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകുമ്പോ ആഴ്ചയിൽ ഒരിക്കൽ ഐച്ഛിക നോമ്പെടുക്കുന്ന കൾച്ചറുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടിയാണ് ഞാൻ.
ഞാൻ അതിലേക്ക് പോകാൻ പാടില്ല, ഞാൻ ചിന്തിക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. അവരുടെ മനസ്സിലേക്ക് വരും. നമ്മൾ ഉണ്ടാക്കിക്കോളൂ. ടാങ്കിലുള്ള വെള്ളമാണ് പൈപ്പിലൂടെ കിട്ടുള്ളൂ. ടാങ്കിലുള്ള വെള്ളം പൈപ്പിൽ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇത് വെള്ള ജീവിതം കാണിച്ചു കൊടുക്കണം, നന്മകൾ കാണിച്ചു കൊടുക്കണം. എങ്കിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും. ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയും പ്രവർത്തനവും ഉണ്ടാകണം, മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി. അതാണ് ആമുഖം ഓതി വെച്ച ആയത്ത്, വിശുദ്ധ ഖുർആൻ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് നമ്മളൊക്കെ പ്രാർത്ഥിക്കുക. അള്ളാഹ്ക്ക് വിധേയപ്പെട്ട പരമകാരുണികന്റെ അടിമകൾ, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, മക്കളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ. കൺകുളിർമ കിട്ടണം, അല്ലേ? കൺകുളിർമ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് പുറത്തു പോയിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ വിചാരിച്ചത് എന്താ? സംതൃപ്തിയും സ്നേഹവും ആർദ്രതയൊക്കെ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുന്ന നടക്കുന്ന കാര്യമില്ല. വാട്സപ്പിൽ നിന്ന്, യൂട്യൂബിൽ നിന്ന് സ്നേഹവും സംതൃപ്തിയും സമാധാനം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയില്ല. അത് കിട്ടണമെങ്കിൽ ദീനുണ്ടാകണം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനുഷ്യന്റെ മനസ്സ് സമാധാനമടയുന്നത് പടച്ചോനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടാണ്. വിധിവിലക്കുകൾ അറിയണം, അത് പാലിക്കണം, മക്കളും മനസ്സിലാക്കണം. ഒരു വിധിവിലക്ക്, ഒരു സിസ്റ്റം വേണം. നമ്മളൊരു 1.5 മണിക്കൂർ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ഒരു നിയമമില്ലാതെ ഫുട്ബോൾ കളിച്ചാൽ ഫുട്ബോൾ ആകുമോ? ഫ്രീ കിക്ക്, കോർണർ, ഗോളി, പോസ്റ്റ്, റെഡ് കാർഡ്, യെല്ലോ കാർഡ്, ഇതൊക്കെ എന്തിനാ അറിയാം. ഞങ്ങൾക്കൊരു നിയമം വേണ്ട. അതാ ഒരു നിയമം വേണ്ട, ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുക അത് പഠിപ്പിച്ചു കൊടുക്കുക. സ്വവർഗരതി, LGBTQ, എന്തൊക്കെയപ്പോ പുതിയ കാലത്ത് കുടുംബങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ആശയങ്ങൾ. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയില്ല. സദോമംശം യൂത്ത് നബിന്റെ കാലത്തുള്ള ആശയ അതിങ്ങനെ ലിബറലിസ്റ്റുകൾ പ്രചരിപ്പിക്കുക. എന്തോ ഒരു മോഡേൺ സെറ്റപ്പ് ആയിട്ട് LGBTQ, ലെസ്ബിയൻ. ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ പെണ്ണിനോട് കാമം തോന്നുക. ഗേ ആണിന് ആണിനോട്, LGB ബൈസെക്സൽ ആണിന് ആണിനോടും പെണ്ണിനോടും. ഈ ട്രാൻസ്ജെൻഡർ, ട്രാൻസ് വുമൺ, കണ്ടാൽ പെണ്ണ്, സംസാരിച്ചു കഴിഞ്ഞാൽ ഇടപഴകിയാൽ ആണിന്റെ പ്രകൃതം. അങ്ങനെയാ ക്യൂർ തിയറി, എന്തുമായി മാറാമെന്നാണ്. ഇങ്ങനെയൊക്കെയുള്ള തിയറികൾ നമ്മൾ കേട്ട പോലെ ഇന്ന് കുട്ടികൾ കാണുന്നത്, കാണേണ്ടി വരുന്നത് ഇതൊക്കെയാ. ക്യാമ്പസുകളിൽ പോയി മൈക്കെടുത്തിട്ട് യൂട്യൂബ് അക്കൗണ്ടുള്ള ബ്ലോഗേഴ്സും അവരൊക്കെ ഒന്ന് ചോദിക്കുക, ആർ യു ഗേ? യെസ് വി ആർ ഗേയ്സ്. നീ ഗേ ആണോ? അഥവാ ആണ് ലൂത്ത് നബിയുടെ സ്വതോം വംശജർ കീഴ്മേൽ മറിക്കപ്പെട്ട ചാബല്യം, അരാജകത്വം, ലൈംഗിക വൈകൃതം, അതിനുവേണ്ടി ഞങ്ങൾ ഗെയ്സ് ആണ്, ഞങ്ങൾ ലെസ്ബിയൻസ് ആണ്. ആദില നൂറ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ലെസ്ബിയൻസിന് ഉദാഹരണം കേരളത്തിൽ കൊടുത്തത്. 18 വയസ്സ് പിന്നിട്ടു. ആദില പറഞ്ഞ് എനിക്ക് നൂറിനെ കല്യാണം കഴിക്കണം, നൂറ പറഞ്ഞ് എനിക്ക് ആദിലിനെ കല്യാണം കഴിക്കണം എന്ന്. അപ്പൊ ആദ്യ രക്ഷിതാക്കൾ വിചാരിച്ചത് തമാശയാണ്, ഒളിച്ചോടുക. പ്രണയം ഒളിച്ചോടനം കൊണ്ട് തന്നെ പുറത്ത് വിറ്റി അടക്കുക. വിവാഹത്തിന് കുട്ടികളെ കൂടെ ഇറങ്ങിപ്പോയി, അല്ലെ? ഒളിച്ചോട്ടങ്ങൾ. അതിലിടക്കാണ് സ്വവർഗരതി, സ്വവർഗ വിവാഹം. ആദിലയും നൂറയും തമ്മിലുള്ള സ്വവർഗ വിവാഹം. മഹല്ല് കമ്മിറ്റി ഇടപെട്ടു, രക്ഷിതാക്കൾ ഇടപെട്ടു. അവസാനം ചെയ്തത് ഏറ്റെടുക്കാൻ കുറെ ബുദ്ധിജീവികൾ, രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്, മൗലികാവകാശം. ആസ് എൻ ഇന്ത്യൻ സിറ്റിസൺ, ഇന്ത്യൻ പൗരാത്യ എന്ന നിലക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തിൽ ഡിസിഷൻ, തീരുമാനമെടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. കോടതിയിൽ, ഹൈക്കോടതിയിൽ പോയി കേസ് ഉണ്ടായി. ആരെങ്കിലും ഇവരുടെ ആഗ്രഹത്തിന് എതിര് നിന്ന് കഴിഞ്ഞാൽ ക്രിമിനൽ ലോ അനുസരിച്ച് കേസ് എടുക്കുന്നത്. സെക്രട്ടറി പ്രസിഡന്റ് ഓടി കേസിലെ തടിയെടുത്ത്, എല്ലാവരും തടിയെടുത്ത്. കാരണം എന്താ? ക്രിമിനൽ 18 വയസ്സ് കഴിഞ്ഞിരിക്കുക. എന്നിട്ട് അവർ തമ്മിൽ കല്യാണം കഴിച്ചു. പറയുന്നത് തമാശ, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത് ഹോളണ്ടിലും കാനഡയിലും UK യിലും അവിടെ ഇവിടെ ഒന്നല്ല. ഇങ്ങനത്തെ ദീസ് ടൈപ്സ് ഇൻസിഡൻസ് ആർ ഗോയിങ് ഓൺ ഹിയർ. ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വാങ്ങിക്കൊടുത്ത കട്ടിലിൽ, ബെഡിൽ ഫിറ്റ് ചെയ്ത AC-യുടെ തണുപ്പിൽ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പും നോക്കിയിട്ടിരിക്കുക. ഇതൊക്കെ വാങ്ങിക്കൊടുക്കുക. എല്ലാ വഴിതെറ്റാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. വീട്ടിൽ നമ്മൾ രക്ഷാകർതൃത്വം നിർവഹിക്കണില്ല. നേരത്തെ ഉറങ്ങാൻ, നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. ഇസ്ലാമിക ഉമ്മത്ത് നേരെ തിരിച്ച്, മനസ്സിലായില്ലേ? നേരത്തെ ഉറങ്ങാൻ, നേരത്തെ എഴുന്നേൽക്കാം. ഇശാഇന് ശേഷം പ്രവാചകൻ സംസാരിച്ചിരിക്കാറുണ്ടായിരുന്നില്ല. ഇശാഇന് മുമ്പ് പ്രവാചകൻ ഉറങ്ങാറുണ്ടായിരുന്നില്ല എന്നാണ്. നമ്മളെന്താ ചെയ്യുന്നത്? പരമാവധി അങ്ങോട്ട് കൊണ്ടുപോകുക. 12 മണി, 1 മണി രാത്രിയാണ് ഹയാത്താക്കുക. പകല് രാത്രിയാക്കുക, രാത്രിയെ പകലുമാക്കി മാറ്റുക. റമദാനൊക്കെ ആയിക്കഴിഞ്ഞാൽ പ്രത്യേക കുരുക്കി സർബത്ത്, അത് ഇത് വാസം. ഇന്ന് ലോക കിഡ്നി ദിനം. എല്ലാ വർഷവും മാർച്ച് 2-ാം വ്യാഴാഴ്ച ലോക വൃക്ക ദിനം. ഈ വൃക്കയെ അടിച്ചു മാറ്റുന്ന എല്ലാ സംഗതികളും കഴിച്ച് ആരോഗ്യത്തിന്റെ ആത്മീയതയും ആത്മീയതയുടെ ആരോഗ്യവും നേടിയെടുക്കേണ്ട റമദാൻ മാസത്തിൽ പോലും ഭക്ഷണ സാക്ഷരതയില്ലാതെ ആ വഴിക്ക് നീങ്ങുക. പറയുന്നത് ഇങ്ങനെ കുടുംബ വിഷയത്തെ ചർച്ചയിൽ പല തലങ്ങളിൽ,
അല്ലേ? ആലോചിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇത് 12 മണി മുതൽ 6 മണി വരെ അൺലിമിറ്റഡ് ഓഫർ GB എന്ത് ഉപയോഗിക്കാം. അപ്പൊ മോള് പറയാം ഞാൻ ഇതിനകത്ത് എൻട്രൻസിന്റെ പഠിക്കാനാണ്. എക്കം പറയാം +2 എക്സാം SLC എക്സാം ആണ് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു പഠനം ഉണ്ടോ? ഇസ്ലാമിക് കൾച്ചറിൽ അങ്ങനെ ഒരു പഠനം ഉണ്ടോ? അത് പ്രകൃതിപരമാണോ? അല്ല. രാത്രി ആയിക്കഴിഞ്ഞാൽ പക്ഷികളൊക്കെ ഉറങ്ങാൻ പോവുകയാണ്, അല്ലെ? ഇലകളൊക്കെ വാടി കൂമ്പൊക്കെ വാടിയിട്ട് വിശ്രമത്തിലേക്ക് പോവുകയാണ്. 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളുന്ന സൂര്യൻ അള്ളാഹു അസ്തമിപ്പിച്ച് തരിക. എന്നിട്ട് മനുഷ്യനോട് പറയാ വജഅൽന ലൈല ലിബാസാ, രാത്രിയെ വസ്ത്രമാക്കിയിരിക്കുന്നു. വജഅൽനാ നൗമകും സുബാതാ, ഉറക്കിനെ വിശ്രമമാക്കിയിരിക്കുന്നു. ഉറങ്ങാൻ പോണം, നേരത്തെ ഉറങ്ങിയിട്ട് തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേൽക്കണം. അതാണ് ഇസ്ലാമിക് കൾച്ചർ എന്നാണ്. അതുകൊണ്ട് സുബഹിക്ക് എഴുന്നേൽക്കണ്ടേ? 11 മാസം പറ്റിയില്ലെങ്കിൽ ഇതാ ഈ സമയത്ത് പിടിച്ചോളൂ, ഇത് തുടർന്നോളൂ. അള്ളാഹു അതാ അത്താഴത്തിന്, അതാണ് തഹജ്ജുദിന്റെ സമയം. 4 മണി 4:30 കുടുംബത്തിൽ വെളിച്ചുണ്ടായി, ഒച്ചപ്പാടുകൾ ഉണ്ടാവാൻ തുടങ്ങി. ആ ടൈം നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുക. കുട്ടികൾ 4 മണിക്ക് ഒരു 3-5 റക്അത്ത് നമസ്കരിച്ചിട്ട് പഠിക്കാനിരിക്കട്ടെ. 3 റക്അത്ത് നിസ്കരിച്ച് 5 മിനിറ്റ് ഓതിയിട്ട് കെമിസ്ട്രി പഠിക്കട്ടെ, ഫിസിക്സ്, ബയോളജി, സുവോളജി എന്തും പഠിക്കട്ടെ. മിഡ് നൈറ്റിൽ 3 മണിക്കൂർ പഠിക്കുന്നത് 1 മണിക്കൂർ പഠിച്ചാൽ മതിയാകും. പ്രഭാതത്തിന്റെ തുടക്കത്തിൽ ഓക്സിജനപ്പുറം O3 കിട്ടുന്ന സമയമാണത്. ബ്രഹ്മമുഹൂർത്തം എന്ന് പറയും. ഇതൊക്കെ നമുക്ക് നാച്ചുറൽ റിലീജിയൻ എന്ന നിലയ്ക്ക് നേടിയെടുക്കാനുള്ള ഫാമിലി സെറ്റപ്പും ഉണർച്ച ഉണ്ടാക്കി ഇതൊക്കെ വിട്ട് കുട്ടികൾ മോട്ടിവേഷന് പോകാം. റോബിൻ ശർമ്മ എന്ന് പറയുന്ന മോട്ടിവേഷൻ സ്പീക്കർ ഉണ്ട്, ഇന്ത്യൻ അസിലുള്ള കനേഡിയൻ പോലത്തുള്ള ആളാണ്. മൂപ്പരുടെ ഒരു ബുക്ക് ഉണ്ട് 5 AM ക്ലബ്, 5 മണി സമയം. 1.5 കോടി കോപ്പിയാണ് വിറ്റഴിക്കപ്പെട്ടത്. 5 AM ക്ലബ്, 5 മണി സമയം എന്ന അവസരത്തിന്റെ പേര്. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി 5 മണി ക്ലബിൽ ഉൾപ്പെടാന്ന് പറയുന്നു. 5 മണിക്ക് എഴുന്നേറ്റ് സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് ഒരു ദിനം കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടേതാണ് ഈ ലോകം എന്ന് പറയുന്നത്. ഞാനത് നോക്കിയപ്പോ അതിന്റെ ടിപ്സ് വായിച്ചപ്പോ ഒരു നോർമൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്ത് പോയിട്ടാണ് പ്രായപൂർത്തി എത്തിയ മകൻ, സഹോദരൻ, സഹോദരി, വാപ്പ, ഉമ്മ 5 മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ളത് ഈച്ച് എവറി ഡേ നടക്കുന്ന സംഗതിയാണ്. സുബഹിസ്കരിച്ച് എഴുന്നേൽക്കല് 1.5 കോടി ഹിറ്റ് കഴിഞ്ഞ റോബിൻ ശർമ്മന്റെ മോട്ടിവേഷൻ പുസ്തകം വാങ്ങി വായിക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ നമ്മൾ എഴുന്നേൽക്കണില്ല, നമ്മൾ നിർവഹിക്കുന്നില്ല, ഡിസോർഡർ ആക്കി. ഞാൻ പറയുന്നത് ഒക്കെ ഒരു ഓർഡർ ആക്കണം. അതിനാണ് റമദാൻ പറഞ്ഞാൽ എല്ലാം ഓർഡർ ആക്കണം. ഫർള് എന്താണ്, സുന്നത്ത് എന്താണ്, വിധിവിലക്ക് എന്താണ്, ബന്ധങ്ങൾ എന്താണ്, ബന്ധങ്ങളിൽ പാലിക്കേണ്ടത് എന്താണ്, അതിന്റെ വിജ്ഞാനം നേടിയെടുക്കാൻ ഏതൊക്കെ സൂറത്തുകൾ റഫർ ചെയ്യണം, സൂറത്തുൽ ഖുർആൻ, സൂറത്തുൽ അഹ്സാബ്, സൂറത്തുൽ നൂർ ഒക്കെ വായിക്കണം. പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ മകൻ 8ാം ക്ലാസ്സുകാരന്റെ മകനെ 9ാം ക്ലാസ്സുകാരി പ്രസവിച്ചു. ഇതൊക്കെ ഒരു സദസ്സിൽ പറയാൻ കഴിയും. 8ാം ക്ലാസ് കേരളത്തിലാണ്. 8ാം സഹോദരന്റെ കുഞ്ഞിനെ സഹോദരി പ്രസവിക്കുക, ഗർഭിണിയായി തീരുക. പ്രവാചകൻ പറഞ്ഞില്ലേ, നിങ്ങൾ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യണം, മാറ്റിക്കിടത്തണം. ലൈംഗിക വിശുദ്ധിയുടെ സദാചാരത്തിന്റെ ബാലപാഠങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എല്ലാം ഈ ദീനിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് വെല്ലും ബ്രേക്കും ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഒരു സ്പോർട്സ്, ഒരു ഷട്ടിൽ ബാറ്റ്, ഒരു ക്രിക്കറ്റ്, ഒരു യാത്ര, ഹെൽമെറ്റ് ഇടല്, ബെൽറ്റ് ഇടല്, എല്ലാം നിയമം. കുട്ടികളങ്ങനെ ഈ ലിബറലിസ്റ്റുകൾ, യുക്തിവാദികൾ പഠിപ്പിക്കുക. നിങ്ങൾ ഫ്രീ ആയിട്ട്, ഇവിടെ ആരവിടെ ഫ്രീ ആവുക? ഗൾഫ് പോകണമെങ്കിൽ ഇമിഗ്രേഷനിൽ നിൽക്കണ്ടേ, ക്യൂ പാലിക്കണ്ടേ, റേഷൻ കടയിൽ പാലിക്കണ്ടേ, കളിക്കാൻ ഇറങ്ങുമ്പോൾ നിയമം പാലിക്കണ്ടേ? എവിടെ നിയമമില്ലാത്തത്? എല്ലായിടത്തും നിയമമുണ്ട്. പിന്നെ അർത്ഥപൂർണമായ ജീവിതത്തിൽ സർഗാത്മകമായ മുന്നോട്ട് പോക്കിന് ഒരു വിധിവിലക്കും വേണ്ട, അതും വേണമെന്നാ പറഞ്ഞത്. തോന്നിവാസിയായി തീരാതിരിക്കാൻ, ലഹരിക്ക് അഡിക്റ്റ് ആകാതിരിക്കാൻ, മദ്യപാനിയാകാതിരിക്കാൻ, കുടുംബ ബന്ധങ്ങൾ ചിത്രീകരിക്കപ്പെടാതിരിക്കാൻ നിയമങ്ങൾ പാലിക്കണം. ആരെ നിയമം പാലിക്കുന്നത്? മനുഷ്യ നിർമ്മിത നിയമങ്ങൾ സ്പോർട്സിലും കലയിലും കായികത്തിലും പാലിക്കുന്നവന് സ്രഷ്ടാവിന്റെ വിധിവിലക്ക് പാലിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവനേക്കാളും വലിയ യുക്തി ഇല്ലാത്ത ആരാണ്ടത്? അപ്പോ ഉത്ബോധനങ്ങൾ ശരിക്ക് കൊടുക്കേണ്ട വിധത്തിൽ കൊടുക്കണം, കാണിച്ചു കൊടുക്കേണ്ടത് കൃത്യമായി കാണിച്ചു കൊടുക്കണം, സ്നേഹത്തോടുകൂടി പങ്കുവെക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്യുൻ, നമ്മുടെ ഇണകളിൽ നിന്ന്, മക്കളിൽ നിന്ന് കൺകുളിർമ ലഭിക്കുന്ന പ്രാർത്ഥനക്കനുസരിച്ച് പ്രവർത്തനവും ആസൂത്രണവും ചിട്ടപ്പെടുത്താൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ ഇഹലോകത്തും പരലോകത്തും നമുക്ക് കൺകുളിർമയായി തീരുമാറാകട്ടെ. അല്ലാഹുവേ, വിശുദ്ധ റമദാനിൽ ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ സൽക്കർമ്മങ്ങൾക്കും നീ നിർണയിച്ചു വെച്ച പ്രതിഫലം നൽകി അതുവഴി ഞങ്ങളുടെ റയ്യാൻ പ്രവേശനം സാധ്യമാക്കി തരയണമേ നാഥ. അല്ലാഹുവേ, ഓരോ നോമ്പിലൂടെ
മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന വിശുദ്ധി കൈവരിക്കുന്ന നോമ്പുകാരിൽ മുസ്ലിമീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. സമാധാനം നഷ്ടപ്പെട്ട ഗസ, പശ്ചിമേഷ്യ, പലസ്തീൻ മണ്ണ് അള്ളാഹുവേ സമാധാനവും സന്ധിയും നീ നിലനിർത്തി കൊടുക്കണമേ നാഥ. കൊല്ലപ്പെട്ടവർക്ക് നീ ഷഹാദത്ത് നൽകണമേ റബ്ബേ. അള്ളാഹുവേ ഞങ്ങളിലെ രോഗികൾ അവർക്ക് നീ ആശ്വാസവും ശമനവും നൽകണമേ. ഒന്നുമല്ലാത്ത കാലത്ത് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം തിരിച്ച് ഞങ്ങളുടെ മാതാപിതാക്കൾ ഇന്ന് ബർസഖിലാണ് മരിച്ചു പിരിഞ്ഞിട്ടുണ്ട്. ദീനിനെ പ്രാമാണികമായി പഠിക്കാനുള്ള ചുറ്റുപാടെന്ന് കുറവായി അള്ളാഹുവെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ പുറത്തു കൊടുക്കണമേ. അവരുടെ ബർസഖിലേക്ക് സ്വർഗ കവാടം തുറന്നു കൊടുക്കണമേ. അള്ളാഹുവെ കുടുംബജീവിതത്തിൽ പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, അമാനത്തുകൾ, കടമകൾ, കടപ്പാടുകൾ പിതാവിനോട് മാതാവിനോട്, മകനോട് മകളോട്, സഹോദരനോട് സഹോദരിയോട് എല്ലാ ബന്ധങ്ങളിലും വിശുദ്ധിയും ഊഷ്മളതയും കൈവരിക്കുന്ന ഉത്ബുദ്ധതയും വിവേകവും വിനയവും വിട്ടുവീഴ്ചയുമുള്ള ബന്ധുക്കളിൽ, വിശ്വാസികളിൽ, അടിമകളിൽ ഞങ്ങളെ നീ ചേർക്കണമേ നാഥ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اعز الاسلام والمسلمين. اللهم انصر اخواننا في فلسطين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والصلاة والسلام على رسولك الكريم